അബവ് 80,000 RPM ആണെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ പഠിച്ചവന് കാത്തോളി എന്ന് പറഞ്ഞ് ബ്രേക്ക് പിടിക്കേണ്ടി വരും. 80, 90 ആ ഒരു ഇതിൽ ടൂർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എ വെരി നൈസ് ബൈക്ക്. ബട്ട് ഇത് മാറ്റണം, ഇത് മാറ്റിയേ പറ്റുമോ. ഇതാണ് ഇതിൻ്റെ നൈറ്റിലെ ലുക്ക്. സോ ഗൈസ്, ഞാൻ ഏകദേശം ഒരു 160 കിലോമീറ്റേഴ്സ് ഹൈവേ റൈഡ് ചെയ്തു. എന്നിട്ട് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് എന്താണ്, വാട്ട് ഐ ഫെൽറ്റ് അബൌട്ട് ദിസ് ബൈക്ക്, ആ കാര്യങ്ങൾ ഞാൻ ഇപ്പം പറയാൻ പോകുന്നത്. So guys, let's start the ride on TVS Apache RTX 300. Zero to 80 acceleration is too fast. ഇതിനെ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ DNA ആണ് TVS കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഓഫ് റോഡ് അഡ്വഞ്ചർ ബൈക്കല്ല, പക്ഷെ ഇതൊരു ലിറ്റിൽ ബിറ്റ് ഓഫ് അഡ്വഞ്ചർ ആൻഡ് മോർ ഓഫ് ടൂറർ ബൈക്കാണ്. പക്ഷെ ആ ഒരു സ്പോർട്ടിനെസ് ഇതിൽ ശരിക്കും ഫീൽ ആവുന്നുണ്ട്. നിങ്ങളൊരു RTR 310 എല്ലാം ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ പെർഫോമൻസിൻ്റെ, അതാണ് ഇതിൽ എനിക്ക് ഇനീഷ്യലായിട്ട് ഫീൽ ആയത്. സോ ഗിയർ സിസ്റ്റം സ്മൂത്ത്, സൂപ്പർ സ്മൂത്ത് ട്രാൻസ്മിഷൻ. പിന്നെ സ്ലിപ്പർ ക്ലച്ച്, I'm changing without any knocking or locking of rear wheel. So അതെല്ലാം ഇറ്റ് ഈസ് വെരി ഗുഡ്. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഇവിടെ ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട് കേട്ടോ. ഒരു 60 കിലോമീറ്റേഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഒരു 2 minutes റൈഡ് ചെയ്തപ്പോൾ വിൻഡ് ബ്ലാസ്റ്റ് കൊണ്ടായിരിക്കണം. ഇറ്റ്സ് ഗുഡ്, നോ കംപ്ലൈൻറ്റ് സോ ഫാർ റിലേറ്റഡ് ടു ദ എൻജിൻ പെർഫോമൻസ്. ഇനീഷ്യൽ ഫീഡ്ബാക്ക് ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ ഒരു 80-85 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ വിൻഡ് ബ്ലാസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് നോട്ട് പ്രാക്ടിക്കലി ഗുഡ്, അല്ലെങ്കിൽ ഇതിൻ്റെ യൂസ് അത്രത്തോളം ഇല്ല. സോ ദാറ്റ് ഈസ് എ നെഗറ്റീവ് പാർട്ട്. ലോ ഫ്യൂവൽ കാണിച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് ഇതിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ വന്നത്. എനിക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതാ, നിങ്ങൾ ഈ കാണുന്ന 39.3 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ മൈലേജാണ് ആവറേജ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ലോ ഫ്യൂവൽ കാണിച്ചതിന് ശേഷം അതിൻ്റെ റേഞ്ച് കട്ടായി. ഇത് ടോട്ടൽ 472 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ കുറച്ച് പെട്രോൾ അടിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സോ ഞാൻ ഇതിൻ്റെ ഫ്യൂൽ എക്കോണമിനെ പറ്റി പറയുന്നതായിരുന്നല്ലേ. 39 ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്പീഡ് കയറുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ആക്സിലറേഷൻ വെരി ക്വിക്ക്. പക്ഷേ വൈബ്രേഷൻ്റെ പ്രശ്നമുണ്ട്. ആഫ്റ്റർ 85 wind blast, it is very poorly managed. It is one of the first negative point. എനിക്ക് ഫീൽ ആയ ഫസ്റ്റ് നെഗറ്റീവ് പോയിന്റ് അതാണ്. വിൻഡ് ബ്ലാസ്റ്റ്, നല്ല വിൻഡ് ബ്ലാസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കൊരു 80 കിലോമീറ്റേഴ്സ് അബോവ് സ്പീഡിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഇത് നല്ലൊരു ക്രോസ് വിൻഡ്സിൽ ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് ആഫ്റ്റർ 80 ഐ ആം നോട്ട് ഗെറ്റിംഗ് ദ കോൺഫിഡൻസ് ടു റൈഡ് ഇറ്റ് മോർ. TVSൻ്റെ പുതിയ എഞ്ചിനാണ്, they have done a very good job. പക്ഷേ ഇതിൻ്റെ എൻജിൻ റിലയബിലിറ്റിനെ പറ്റിയിട്ടൊന്നും പറയാനുള്ള സമയം ആയിട്ടില്ല. കാരണം ഇത് ഞാൻ ഒരു ഓൾമോസ്റ്റ് 150-160 കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്തിട്ടുള്ളൂ. ഇത് ടോട്ടൽ റൈഡ് ചെയ്ത് ക്ലോസ് ടു 500 കിലോമീറ്റേഴ്സ് ആണ്. സോ നമുക്കൊരു എൻജിൻ റിലയബിലിറ്റിനെ പറ്റി പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10,000 കിലോമീറ്റേഴ്സ് റൺ ചെയ്യണം ഓർ ആഫ്റ്റർ 1 or 2 years. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആ പ്രോപ്പർ എന്താണ് ഇതിൻ്റെ ബേസ്ഡ് ഓൺ സർവീസ്, ബേസ്ഡ് ഓൺ പാർട്സ് അവൈലബിലിറ്റി, ബേസ്ഡ് ഓൺ മെയിൻ്റനൻസ്, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഇസ് ടു early ടു കമൻറ്റ് ഓൺ ദാറ്റ്. പക്ഷെ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്താണ് അതൊക്കെ ഞാൻ പറയാം. പിന്നെ ഇപ്പം ഇത് വേറെ ആൾ ഈ ബൈക്ക് റൈഡ് ചെയ്യേണ്ട അവർക്ക് വേറെ ഫീഡ്ബാക്ക് ആയിരിക്കും. സോ ഐ എം ഗോയിങ് ടു ടെൽ മൈ റിവ്യൂ ഓർ മൈ റൈഡ് എക്സ്പീരിയൻസ്. ഹൈവേയിൽ ഇറ്റ് ഈസ് ഓക്കെ. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് ഒരു അഡ്വഞ്ചർ ബൈക്കല്ല, ഇത് മോർ ഓഫ് സ്പോർട്സ് ടൂറർ ബൈക്കാണ്. കാരണം ഇതിൻ്റെ ആ ഒരു സ്പോർട്ടി DNA ആണ് കൊടുത്തിട്ടുള്ളത്. ഹിമാലയനോ അല്ലെങ്കിൽ എക്സ്പൾസ് അതൊന്നുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഹാവിങ് എ ഡിഫറെൻറ്റ് DNA. അത് മോർ ഓഫ് അത് അഡ്വഞ്ചർ സ്പെസിഫിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ്. ബാക്കി കാര്യങ്ങളിലൊക്കെ റൈഡിൻ്റെ ഇതിൽ പറ്റിയിട്ട് പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞു, വിൻഡ് ബ്ലാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇറ്റ് ഈസ് എ വെരി
ഇറ്റ്സ് എ വെരി നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇത് RTR 300 ബേസ് വേരിയൻ്റ് ആണ്. ഇതിൽ മിഡ് വേരിയൻറ്റ്, ടോപ്പ് വേരിയൻറ്റും കൂടി ഉണ്ട്. ടോപ്പ് വേരിയൻറ്റ് പറയുന്നത് BTO എന്ന് അവർ ആ വേരിയൻ്റ് പറയുന്നത്. BTO എന്ന് പറയുന്നത് ബിൽഡ് ടു ഓർഡർ. സോ ആ ഇതിൽ അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബേഴ്സ് കിട്ടും. പിന്നെ വേറെയും കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് ചെയ്യുമ്പോൾ പറയാം. പിന്നെ നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് യു ഷുഡ് ടേക്ക് ദ ടോപ്പ് വേരിയൻറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ബേസ് വേരിയൻറ്റ് ടോപ്പ് വേരിയൻറ്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ പാർട്സ് അവൈലബിലിറ്റി. ഇപ്പം കുറച്ച് പണിയാണ് ഇപ്പം പാർട്സ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നില്ല നെക്സ്റ്റ് 2 to 3 months ഇതിൻ്റെ പാർട്സ് എല്ലാം അത്ര പെട്ടെന്ന് കിട്ടുന്നു. കാരണം ഇവൻ ബുക്ക് ചെയ്ത ബൈക്കൊന്നും അവർക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല. കാരണം അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ TVS ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലാണ് ഇതിൻ്റെ ബുക്കിംഗ് നടന്നത്. സോ ഇവൻ അവരെ ഫസ്റ്റ് ബാച്ചിൽ തന്നെ അവർക്ക് അത്ര വെരി ലിമിറ്റഡ് ഇത് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോഴുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് എല്ലാം ഞാൻ പറയാൻ പോകുന്നത് മേ ബി TVS അടുത്ത ബാച്ചിൽ അത് റിസോൾവ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ TVS ഐ എം ഷുവർ 100% ദേ വിൽ റിസോൾവ് ചെയ്യും. കാരണം TVS അങ്ങനൊരു ഗുണമുണ്ട്. എൻ്റെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ, യെസ്, വിൻഡ് ബ്ലാസ്റ്റ് ഇറ്റ് ഈസ് അൺബെയറബിൾ. ഇറ്റ് ഈസ് വെഹിക്കിൾ വിൽ ഗോ ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ ആഫ്റ്റർ 90 kilometers or even 80 kilometers ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്രോസ് വിൻഡ്സ്. ഇതിപ്പം ടൂർ മോഡിലാണ്. കാരണം ഇത് റൈഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ മോഡ്സ് മാറ്റാൻ പറ്റും. ഇത് റാലി മോഡാണ്. മൂഡ് ചേഞ്ച് ചെയ്തത് കാണിക്കുന്നത് ത്രോട്ടിൽ ഓപ്പൺ ആയതുകൊണ്ടാണ്. അർബൻ, റെയിൻ, അപ്പോൾ ആ ഇതിലെല്ലാം പിന്നെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓൺ ദ ഗോ ത്രോട്ടിൽ റിലീസ് ചെയ്തിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ റെയിൻ മോഡിലാണ്. അപ്പം പവർ എനിക്ക് കുറച്ചായിട്ട് ഫീലായി ത്രോട്ടിൽ കൊടുക്കുമ്പോൾ. പക്ഷേ ഞാനതിന് ടൂർ മോഡിലേക്ക് തന്നെ ഇട്ടു. ഇതാണ് ഇതിൻ്റെ പീക്ക് പെർഫോമൻസ്, അതേപോലെ ടോപ്പ് സ്പീഡ് എല്ലാം കിട്ടുന്ന മോഡ്. അത് വരുമ്പോൾ തന്നെ വണ്ടി ആളെ മാറി. ക്രൂസ് കൺട്രോൾ ഉണ്ട്. 66 വെച്ചിട്ടുണ്ട് ക്രൂസ് കൺട്രോൾ. ഇപ്പോൾ ഞാൻ 6th ഗിയറിലാണ്. 67 km സ്പീഡ് ക്രൂസ് കൺട്രോൾ. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു നോക്കിങ് മനസ്സിലാവുന്നില്ല. ചെറിയൊരു ഇതൊരു പ്രശ്നമാണ്. ഓക്കെ, ഞാൻ ഒന്ന് കുറച്ച് റെവ് ചെയ്തിട്ട് ഹയർ സ്പീഡിലിട്ട് നോക്കട്ടെ. 89 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പീഡാണ് കേട്ടോ. 85-90 ആണ് ഇതിൻ്റെ സ്വീറ്റ് സ്പീഡ്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. യു ക്യാൻ ക്രൂസ് ആറാംസ്. ഒരു കുഴപ്പമില്ലാണ്ട് ഈ ഒരു സ്പീഡ് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ചെറിയ വിൻഡ് ബ്ലാസ്റ്റ് ഡെവലപ്പ് ആവാൻ തുടങ്ങി. ഇവിടെ നേരെ ഹെൽമെറ്റിൻ്റെ മുകളിലാണ് ആ ബ്ലാസ്റ്റ് വരുന്നത്. പിന്നെ ഇത് ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ബിഗിനർ ടൂറിംഗ് ബൈക്ക്, കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ടൂറിംഗ് ബൈക്ക് ആണെങ്കിൽ ദിസ് ഇസ് എ ഗുഡ് ചോയ്സ്. ഡ്യൂക്ക് 390 അതിൽ നിന്നെല്ലാം ഇതിലേക്ക് വരുന്നതാണെങ്കിൽ, ഡൗൺ ഗ്രേഡ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബൈക്ക് അത്രത്തോളം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പീക്ക് പെർഫോമൻസ് എല്ലാം വരുന്നത് എബോവ് 9000 RPM ആണ്. നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഇത് ഹിമാലയൻ എന്നെല്ലാം കിട്ടുന്ന പോലെ ആ മിഡ് റേഞ്ച് പവർ ഇതിൽ കുറച്ച് കുറവാണ്. ഇതിൻ്റെ ആ പീക്ക് പെർഫോമൻസിൽ എത്തേണ്ടി നിങ്ങൾ എബോവ് 9000 RPM ടച്ച് ചെയ്യണം. ഞാൻ കാണിച്ചതാണ്. ത്രോട്ടിൽ ഫുൾ ഓപ്പൺ. അത് സ്റ്റേബിളാണ്. ഹൈ സ്പീഡ് കോർണറിങ് ഇറ്റ്സ് ഓക്കെ. ഇപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു പവർ ഒന്ന് കൂടിയത്. ഇതാണ് എനിക്ക് പറയാനുള്ളത് പീക്ക് പെർഫോമൻസ്. പക്ഷേ 9000 ടച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം ബിക്കോസ് ഓഫ് വിൻഡ് ബ്ലാസ്റ്റ്. പക്ഷെ തത്തും. പക്ഷേ ഈ വിൻഡ് ബ്ലാസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഈസിലി ടച്ച് 9000 to 10,000 RPM. ആ റെഡ് മാർക്ക് വരെ ടച്ച് ചെയ്യാൻ പറ്റും. എനിക്ക് അത് ഫീൽ ആവുന്നുണ്ട്. പക്ഷേ ഈ വിൻഡ് ബ്ലാസ്റ്റ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. സോ TVS പ്ലീസ്, ഇത് നിങ്ങളെ അടുത്ത ഇതിൽ ബാച്ചിൽ ഇഷ്യൂ ഒന്ന് റിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിസ് ക്യാൻ ബി എ ബെസ്റ്റ് ബൈക്ക് in this 300cc segment, in this price range. Nothing can beat this price and the value what you get from this bike. പിന്നെ ഇത് സിറ്റിയിൽ റൈഡ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ദിസ് ഈസ് നോട്ട് മെൻ ഫോർ സിറ്റി റൈഡ് ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ ഇങ്ങനെയെല്ലാം പോകാൻ പറ്റും ട്രാഫിക് കൂടെ. പക്ഷേ ഇഫ് യു റിയലി സ്റ്റക്ക് ഇൻ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് ഗ്ലൈഡ് ത്രൂ ആണ്. ഇപ്പം എനിക്ക് ആക്സിലറേറ്റർ കൊടുക്കണ്ട. 10 km സ്പീഡിൽ ഇങ്ങനെ പോയിക്കോളും. ഞാനിപ്പം ഫസ്റ്റ് ഗിയറിലാണ്. ക്ലച്ചും ഇല്ല, ഒന്നുമില്ല. ഓൺലി കൺട്രോളിങ് ഓൺ ബ്രേക്ക്. പിന്നെ ഭയങ്കര സ്റ്റേബിളാണ് കേട്ടോ. ഇങ്ങനത്തെ ഇതിലെല്ലാം നിങ്ങൾക്ക് ഈ വണ്ടി ഇത് വെയിറ്റ് ഓൾമോസ്റ്റ്
180 ബിലോ 190 kilograms ആണ് ഇതിൻ്റെ വെയിറ്റ്. സിറ്റിയിൽ നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി പാടൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ കയറുന്ന വെയിറ്റിൻ്റെ വെയിറ്റ് ഒന്നും അറിയില്ല. ഇത് കാണുമ്പോൾ അവർ അങ്ങനത്തെ ഒരു ബൾക്കി ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഇതിൻ്റെ വെയിറ്റ് ഫീൽ ആവുകയില്ല. പക്ഷെ എന്തായാലും സിറ്റിയിൽ കുറച്ചൊരു അൺകംഫർട്ടബിൾ ആണ്. നിങ്ങളൊരു ഡേ ടു ഡേ സിറ്റി കമ്മ്യൂട്ടാണ്, അതിന് മാത്രമേ ബൈക്ക് നോക്കുന്നതെങ്കിൽ ഐ വിൽ റെക്കമെൻഡ് നോട്ട് ടു ബൈ ദിസ് ബൈക്ക്. പക്ഷെ ട്രാഫിക് വിട്ട് കഴിഞ്ഞാൽ ഇപ്പം അടിപൊളിയാണ്. ഞാൻ കുറച്ച് ലേറ്റായിട്ട് റിവ്യൂ ചെയ്യുന്നത് ഇതിൻ്റെ ലൈറ്റ് ത്രൂ ഔട്ട്പുട്ടും കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഐ ആം വെരി മച്ച് ഫാസിനേറ്റഡ് അബൌട്ട് ദ ഹെഡ് ലാമ്പ്. ഭയങ്കര ഒരു വെറൈറ്റി, എന്താ പറയുക, കുറേ ബൈക്സിന് ഇൻസ്പയർഡ് ആയിട്ട് എടുത്തതാണ്. നിങ്ങളിതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് പല വേരിയൻറ്റിലും ഈ ഹെഡ്ലൈറ്റ് പല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് TVS കുറച്ചൊന്ന് അതിൽ ഇൻസ്പയർ ആയിട്ട് ഇതിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഐ ആം റിയലി പ്രൗഡ് ഓഫ് TVS ഫോർ ബ്രിങ്ങിങ് ദിസ് ബൈക്ക് ഇൻ ദിസ് സെഗ്മെൻറ്റ്. കാരണം TVSന് ഈ ഒരു സെഗ്മെൻറ്റ് TVS എൻ്റർ ചെയ്തിട്ടേ ഇല്ല. ഇതിൻ്റെ പവർ ഡെലിവറി കുറച്ച് ലീനിയറാണ് കേട്ടോ. നമുക്ക് ആ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന അവരിങ്ങനെ ക്ലച്ച് റിലീസ് ചെയ്ത വണ്ടി ഇപ്പം ചാടുന്നില്ല, എക്സലേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നില്ല. ആ ഒരു സ്പോർട്ടിനെസ് മിസ്സിംഗ് ആണ്. പക്ഷേ ഇതൊരു എങ്ങനെയൊന്ന് ക്രൂസ് ചെയ്ത് പോവാം. ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച് ഔട്ട് ഓഫ് ദിസ് 300cc. നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയി ഒരു 80-90 ആ ഒരു ഇതിൽ ടൂർ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എ വെരി നൈസ് ബൈക്ക്. ബട്ട് ഇത് മാറ്റണം, ഇത് മാറ്റിയേ പറ്റൂ. അല്ലെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് ഊരി വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം ഇൻപ്ലസ് ഉണ്ടാവില്ലായിരിക്കും. ഇതിപ്പം ടൂർ മൂഡിലാണ്, അപ്പം റിയർ ABS എല്ലാം ഓണാണ്, ട്രാക്ഷൻ കൺട്രോൾ എവറിത്തിങ് ഈസ് ഓൺ. ഞാൻ ഒരു 80-90 കിലോമീറ്റേഴ്സിന് സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പോൾ റിയർ വോബിൾ ആവുന്നുണ്ടായിരുന്നു. അതൊരു നല്ല കാര്യമല്ല. കാരണം റിയർ വോബിളാവുന്ന മാത്രമല്ല, വോബിളായിട്ട് ഇത് ബൈക്ക് നിൽക്കുന്നില്ല. ABS ചെയ്യേണ്ടത് ഞാൻ മാനുവലി ചെയ്ത പോലെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്കിഡ് ആവണില്ല. പക്ഷേ ടയറിലും പഞ്ചറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എയർ ഇല്ലെങ്കിൽ ഒരു ഫീല് വരില്ല, ആ ഫീലാണ് വരുന്നുണ്ടായത്. പിന്നെ ഇതിൽ വൈബ്രേഷൻ ഉണ്ടോ ചോദിച്ചാൽ യെസ്, വൈബ്രേഷൻ ഉണ്ട്. ടാങ്കിൻ്റെ ഇവിടുന്ന് കുറച്ചിങ്ങനെ ഡെവലപ്പ് ആവുന്നുണ്ട്, ഒരു 80 കിലോമീറ്റേഴ്സ് ആയപ്പോൾ. പിന്നെ ഇതിൻ്റെ ഈ ഹാൻഡിൽ ബാറിൻ്റെ ഇവിടെയും വൈബ്രേഷൻ വരുന്നുണ്ട്. പക്ഷെ അത് മാനേജബിൾ ആണ്. നിങ്ങൾ ഗ്ലൗസ് ഇടാണ്ട് ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുറച്ചും കൂടി കൂടുതൽ ഫീൽ ആവും. കാരണം നിങ്ങൾക്ക് ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക് ഇവിടെ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ആവുന്നുണ്ട്. പിന്നെ മിറേഴ്സ് അത്ര വൈബ്രേഷൻ ഇല്ല, മിറേഴ്സിലില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹീറ്റ് ഫീൽ ആവില്ല കേട്ടോ. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. പിന്നെ ഇതിൻ്റെ ഹീറ്റ് അത് അഡീഷണൽ ഡൗൺവേർഡ് ഫ്ലോ എല്ലാം കൊടുത്തിട്ട് TVS നല്ലോണം ഹീറ്റ് മാനേജ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഫീൽ ആവുകയും ചെയ്യും. പക്ഷേ സിറ്റിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഹീറ്റ് നോട്ടീസ് ആവുന്നുണ്ടായിരുന്നു. ഇത്രയും ലിക്വിഡ് കൂളിംഗ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും ഹീറ്റ് ഫീൽ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഹൈവേ ലിക്വിഡ് പ്ലസ് എയർ കൂൾഡ് റിയലി വർക്ക്. കുറച്ചൊന്ന് ഇറിഡായി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് ആണെന്ന് മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ഈ കൺട്രോളിൽ അത് എനിക്ക് ഭയങ്കര ഒരു നല്ലതായിട്ട് തോന്നിയത്. നിങ്ങൾക്ക് റൈഡ് ചെയ്യുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. റൈഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ദ റിക്വയർഡ് തിങ്സ്, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും റൈഡിങ് ചെയ്തുകൊണ്ട് തന്നെ. ഇപ്പോൾ നിങ്ങളൊരു 60% ടൂറിങ്, 20% അഡ്വഞ്ചർ, പിന്നെ ഒരു 20% സിറ്റി റൈഡ്, ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് അതൊരു രീതിയിലുള്ള റൈഡാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇത് നല്ല ബൈക്കാണ്. ഇത് നിങ്ങളൊരു അഡ്വഞ്ചറിന് മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിൽ വേറെ പല ബൈക്സ് അവൈലബിൾ ആണ്. ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. കാരണം ഇതൊരു അഡ്വഞ്ചർ അല്ല. പ്രോബബ്ലി TVS ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അഡ്വഞ്ചർ വേർഷൻ എന്ന് പറഞ്ഞ ബൈക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ യു ഗോ ഫോർ ഇറ്റ്. പക്ഷേ ഇതിപ്പോൾ ഒരു അഡ്വഞ്ചർ ബൈക്കായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. ഇറ്റ് ഈസ് ടൂറർ പ്ലസ് സ്പോർട്ട്. അഡ്വഞ്ചർ ആണെങ്കിൽ ഇപ്പം ഓൺ ദ വേ നിങ്ങൾക്കൊരു മോശം റോഡിലെല്ലാം പോകണമെങ്കിൽ അപ്പം വേറെ ബൈക്ക് അവിടെ കംഫർട്ടബിൾ ആയിരിക്കില്ല. പക്ഷേ ഈ ബൈക്ക് അവിടെ കംഫർട്ടബിൾ ആയിരിക്കും. വേറെ ബൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളിപ്പോൾ ഒരു നമുക്ക് ഡോമിനോർ എടുക്കാം. ഡോമിനോർ ഓഫ് റോഡിലും പോകുമ്പം നിങ്ങൾക്ക് ആ ഒരു കംഫർട്ട് ലെവൽ കിട്ടില്ല. ഇറ്റ് ഈസ് കേപ്പബിൾ, ബട്ട് ഇറ്റ്സ് നോട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ഓഫ് റോഡിങ് പർപ്പസ്. അല്ലെങ്കിൽ കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ചത്. പക്ഷേ ഇത് ആ ഒരു ഗ്യാപ്പ് ഇത് ഫില്ല് ചെയ്യും. TVS ഇത് കറക്റ്റാണ് ലോഞ്ച്. അതുപോലെ ഇതിൻ്റെ പ്രൈസ് പോയിന്റ് വെരി കോമ്പറ്റേറ്റീവ് പ്രൈസ് ആണ്. ലെസ് ദാൻ 2 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം വില വരുന്നത് ബേസ് വേരിയൻറ്റിന്. ഇതിപ്പോൾ ടോപ്പ് വേരിയൻ്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് 40,000 rupees കൂടും. കാരണം അതിൽ അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബേഴ്സ് ആണ്. പിന്നെ ഇതിൻ്റെ TFT ഡിസ്പ്ലേയിലും കുറച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെ അതിൽ ഗൂഗിൾ മാപ്പ് മിററിങ് അങ്ങനെല്ലാം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ വേറെയും കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഞാൻ ഇതിൻ്റെ വാക്ക് അറൗണ്ട് ചെയ്യുമ്പോൾ പറയാം. ഒരു 2000-3000 RPM ഇമീഡിയറ്റ് ബ്രേക്ക് ചെയ്താൽ പ്രശ്നമില്ല. പക്ഷേ അബവ് 80,000 RPM ആണെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ പഠിച്ചവനെ കാത്തോളി എന്ന് പറഞ്ഞ ബ്രേക്ക് പിടിക്കേണ്ടി. Proud of TVS for bringing this bike in this segment. ഇപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ ഇപ്പോൾ ഹിമാലയൻ, ഹീറോ വേഴ്സസ് TVS. പാർട്സ് ഓഫ് പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്താൽ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വൈബ്രേഷൻ വരുന്ന പറഞ്ഞാൽ ഞാൻ പ്ലാസ്റ്റിക് പാർട്സ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഐ ഡോണ്ട് ഫീൽ എനി വൈബ്രേഷൻ. ചെറിയ ടാങ്കിൽ നിന്നുള്ള വൈബ്രേഷൻ ദാറ്റ് ഈസ് നോർമൽ. ഒരു അബ്നോർമൽ ആയിട്ടുള്ള വൈബ്രേഷൻ ഫീൽ ആയിട്ടില്ല അപ്പാർട്ട് ഫ്രം വിൻഡ് ബ്ലാസ്റ്റ് പ്രോബ്ലം. ലൈറ്റ് ത്രൂ ആണ്.
എക്സലൻറ്റ് ലൈറ്റ് ത്രോ എന്ന് പറയാം. കുറച്ചും കൂടി ഒരു ഡാർക്ക് റോഡ് എന്നാണ്. അതേപോലെ ഇതിൻ്റെ ഡിസ്പ്ലേ അത് ഞാൻ ഓട്ടോ മോഡിലാണ് വെച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് വെൽ ബ്രൈറ്റ്, വെൽ ലിറ്റ് ആൻഡ് റീഡബിൾ. ഇവൻ ഒരു ചെറിയ പോയിന്റ് വരെ നിങ്ങൾക്ക് അതിന് റീഡ് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഐ ആം ഇംപ്രസ്ഡ്. ടി വി എസ് കുറച്ച് ലേറ്റായിട്ട് വന്നതിനാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടാ. നിങ്ങളിപ്പം കാണുന്നത് നല്ല ഇത് ലൈറ്റ് സ്പ്രെഡ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഇത് ഫോക്കസ്ഡ് ഓൺ ദ റോഡ്. ഇറ്റ് ഈസ് ബിറ്റ് സ്പ്രെഡ്. വിസിബിലിറ്റി നല്ല ആംഗിൾ ഓഫ് വിസിബിലിറ്റി വളരെ നല്ലതാണ്. ത്രോ ഔട്ട്പുട്ട് ഓൾസോ നോട്ട് ബാഡ്. ഇതിന് വേറെ അഡീഷണൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ലൈറ്റിംഗ് ആക്സസറീസ് വെക്കേണ്ടി വരുമെന്ന്. നിങ്ങളിതിൻ്റെ ഫസ്റ്റ് ബാച്ച് വന്നു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബാച്ചിലേക്ക് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുറേ ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് കാണുന്നുണ്ട്. ചെറിയ ചെറിയ ട്വീക്കിങ്, മേജർ ഇഷ്യൂസ് അല്ല. ഞാൻ പറഞ്ഞു ഫസ്റ്റ് വിൻബ്ലാസ്റ്റിനാണ് എനിക്ക് അത് ഡോമിനൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ആവുന്ന ഒരു ഇഷ്യൂ. കാരണം അത് ചിലപ്പം അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്രോസ് വിൻഡ്. കാരണം ചിലപ്പോൾ അത് 70 കിലോമീറ്റേഴ്സ് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. ഇത് വെഹിക്കിൾ ഈസ് ഗോയിങ് ടു ബി അൺകൺട്രോളബിൾ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ എന്ന്. അത് കഴിഞ്ഞിട്ട് ചില ഏരിയ എനിക്കത് 90 കിലോമീറ്റേഴ്സ് ആയിരുന്നു. ചില ഇപ്പോൾ ഇവിടെ വിൻബ്ലാസ്റ്റ് ഇല്ല. റവിങ് ഇറ്റ് വിൻബ്ലാസ്റ്റ് ഫുൾ ടോട്ടൽ 100 എവിടെയല്ല ഓക്കെ. പക്ഷെ ചെറിയ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 100 എന്നാണ് വിൻബ്ലാസ്റ്റ്. എനിക്ക് ശരിക്കും ഹെൽമെറ്റിൻ്റെ ഈ ഫോർ ഹെഡ് സൈഡിലേക്ക് വരുന്നതായിട്ട് ഫീൽ ആയത്. സോ അതേ നിങ്ങളൊരു ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇഷ്യൂസ് എല്ലാം റിസോൾവ് ചെയ്തിട്ട് സെക്കൻഡ് ബാച്ചിൽ വണ്ടി എടുക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. കാരണം ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ എഞ്ചിൻ റിഫൈൻമെൻറ്റിനെ പറ്റിയും നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ടോട്ടൽ ന്യൂ എഞ്ചിൻ. ആ ന്യൂ എഞ്ചിൻ എന്ന് പറയുന്നത് മോശം എഞ്ചിൻ എന്നല്ല. ഇറ്റ് ഈസ് ഫ്രം TVS. സോ വി ക്യാൻ അത് റിലയബിൾ ആയിരിക്കണം, ഡിപ്പെൻഡബിൾ ആയിരിക്കണം, പെർഫോമൻസ് വൈസ്, മെയിൻ്റനൻസ് വൈസ് എല്ലാം. പിന്നെ പല ടെക്നോളജിയും അത് ചെറിയ ചെറിയ ടെക്നോളജീസ് എല്ലായിട്ട് കുറച്ചൊരു അതിൽ ബണ്ടിലായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഈ റൈഡ് ബൈ വയർ ആണെങ്കിലും ടോട്ടൽ ഇത് ചെറിയൊരു നിങ്ങൾക്ക് ഇവൻ 2 ഫിംഗേഴ്സ് കൊണ്ട് ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഹൈദ യു കൻ സീ ദാറ്റ് ത്രോട്ടിൽ റെസ്പോൺസ്. അതേപോലെ സ്ലിപ്പർ ക്ലച്ച് ഇറ്റ് ഈസ് റിയലി വർക്കിംഗ് വെൽ. ഒരു ഇഷ്യൂ ദർ ഈസ് നോ ഇഷ്യൂ എന്ന് തന്നെ പറയാം സ്ലിപ്പർ ക്ലച്ചിൽ. കാരണം ഇത് അപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേ ഇപ്പം 80ലാണ് ഞാൻ കാണിച്ചു തരാം. 6 ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ്, ക്ലോസ് ദ ത്രോട്ടൽ, ഫിഫ്ത്ത്. പിന്നെ ഇതിൻ്റെ പെഡൽ കംഫർട്ടബിൾ ആണ്. അത് പെഡലിൽ നോ വൈബ്രേഷൻ, 0 വൈബ്രേഷൻ. നോർമലി അവിടെയാണ് ഇങ്ങനത്തെ ബൈക്കിലെല്ലാം ഇഷ്യൂസ് വരിക. ഇതിൻ്റെ സർവീസ് ഇപ്പം കുറച്ചൊന്ന് ഷോക്കാണ്. കാരണം ആസ് പെർ TVS അവർക്ക് അവർ പ്രതീക്ഷനെക്കാട്ടിയും എത്രയോ മടങ്ങ് ബുക്കിംഗ് അവർക്ക് കിട്ടി. സോ ദേ വർ നോട്ട് പ്രിപ്പയർഡ്. ഇത്ര ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാവുമെന്ന് അവർക്ക് പ്രതീക്ഷ ഉണ്ടായില്ല. സോ അതുകൊണ്ട് TVS is struggling. പക്ഷെ അത് മേ ബി അനദർ ഇൻ 2-3 months ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി സോർട്ടഡ്. അവർക്ക് പ്രോപ്പർ വെൽ ട്രെയിൻ സ്റ്റാഫ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ സർവീസ് സെൻറ്റേഴ്സിലും. അതേപോലെ സർവീസ് സെൻറ്റേഴ്സ് അവൈലബിലിറ്റി ഇപ്പം കുറച്ചൊരു പ്രശ്നമാണ്. അതൊക്കെ ശരിയാവായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ദിസ് ഈസ് എ വെരി ഗുഡ് വാല്യൂ ഫോർ മണി ഇൻ ദിസ് സെഗ്മെൻറ്റ്. ലൈറ്റ് ക്വാളിറ്റി നോക്കാം. ലൈറ്റ് ത്രൂ ഔട്ട്പുട്ട്. ഇത് കുറച്ചൊരു ഡാർക്കായ റോഡാണ്. ഞാൻ റോഡ് കാണിച്ചതാണ്. ഇതാണ് ഈ റോഡിന് ഇപ്പോഴത്തെ വിസിബിലിറ്റി. ഇതാണ് ഇതിൻ്റെ നൈറ്റിലെ ലുക്ക്. ഇത് ലൈറ്റ് ത്രൂ. ഹൈ ബീം ഒന്ന് നോക്കാം. ഇത് ഹൈ ബീം വിത്ത് ഹൈ ബീം, ഇത് വിത്തൗട്ട് ഹൈ ബീം. ഡിഫറൻസ് മനസ്സിലാവുണ്ടോ? റെമണ്ടൻ ലുക്കല്ലേ. പക്ഷേ ഈ ലുക്ക് കുറച്ച് കോപ്പി എല്ലാം ഉണ്ട്. പക്ഷേ നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് അഗ്ലി. ഇറ്റ് ഈസ് മാനേജ്ഡ് വെൽ. ഇതിൻ്റെ റിയറും നൈറ്റ് ഇതാണ് ലുക്ക്. ഇവിടെ എന്തൊക്കെ ഒരു BMW എല്ലാം ഒരു ലുക്ക് വരുന്ന പോലെ ഉണ്ട്. ഇത് ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു തരാം. നൈറ്റിൽ ഫുൾ സൂപ്പർ TFT ഡിസ്പ്ലേ. TVSൻ്റെ എല്ലാ ബൈക്കിലും വരുന്ന പോലെ തന്നെ വേറിയൊരു ഗിയർ എന്ന് കാണിക്കുന്നുണ്ട്. യെസ്, ഇതിന് ഇവിടെ ലൈറ്റ്സ് കൊടുത്തില്ല കേട്ടോ. ദിസ് ഈസ് ദ ഫ്ലാഷ്.
ഈ ഒരു അഡീഷണൽ ബ്രൈറ്റ്നസ് കിട്ടും. ഇതിൻ്റെ സസ്പെൻഷൻ പറയാനില്ല, അടിപൊളിയാണ്. ഫ്രണ്ട് USD ഫോക്സ് ആണ്, അതിൻ്റെ വൃത്തിയായിട്ട് അതിൻ്റെ പണിയെല്ലാം ചെയ്യുന്നുണ്ട്. ഇവൻ ഫോർ ഹാർഡ് ബ്രേക്കിങ്ങിലും അതിൻ്റെ ആ ഷോക്ക് കറക്റ്റ് അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ഫീൽ ആവും. അതാണ് സിംഗിൾ റൈഡിങ്, പില്ലിയൻ എല്ലാം നല്ല രീതിയിൽ നല്ല കംഫർട്ട് ഇത് കിട്ടും. പിന്നെ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഹമ്പെല്ലാം ഞാൻ കുറച്ച് മനഃപൂർവ്വം ഒന്ന് ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം കണ്ടില്ല, ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല, ഒരു I didn't reduce the speed. Still it is absorbing. It is very, very, very nice. നല്ല കാര്യങ്ങൾ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ. ഇറ്റ്സ് എ കമൻഡബിൾ തിങ്. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് അഡ്ജസ്റ്റബിൾ റിയർ ആൻഡ് ഫ്രണ്ട്. സോ അത് നിങ്ങൾ പോകുന്ന റൈഡിനനുസരിച്ച് നിങ്ങൾക്ക് അത് ട്വീക്ക് ചെയ്ത് വെക്കാനും പറ്റും. സോ ഓൾ ദോസ് തിങ്സ് മേക്ക് ദിസ് എ വാല്യൂ ഫോർ മണി ബൈക്ക് ഫോർ 2 lakhs. പക്ഷേ ഞാൻ ഇതിൻ്റെ ഹൈ വേരിയൻ്റ് എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം ആ ഒരു കോസ്റ്റ് 30,000 to 40,000 നിങ്ങൾക്ക് വളരെ അറ്റ്ലീസ്റ്റ് ഫ്രണ്ട് ആൻഡ് റിയർ അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബേഴ്സ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് വർത്ത്. കാരണം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും, ബേസ് വെച്ചിട്ട് ടോപ്പിലേക്ക് മാറ്റാം. സ്റ്റിൽ പാർട്സ് അവൈലബിലിറ്റി ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. മറ്റേതാണെങ്കിൽ നമുക്ക് അഡ്വഞ്ചർ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് കുറച്ചൊന്ന് കൂട്ടാൻ പറ്റും. ഇതിപ്പം ട്യൂൺ ചെയ്തത് പ്രോപ്പർ ഫോർ ഹൈവേ ടൂറിംഗ് ആണ്. ഇതിൻ്റെ 35 ആണ് ആവറേജ് കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ. ഇത് കുറച്ചൊരു ഇതാ ഇങ്ങനത്തെ റോഡിലെല്ലാം ഞാൻ പറഞ്ഞത് എണീച്ച് നിന്നിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടാണ് പോകുന്നത്. സോ ഈസി. അത് പറഞ്ഞാൽ ഇതിനെല്ലാം പറ്റുമേ ഇത്. പക്ഷേ ഒരു കംപ്ലീറ്റ് ഓഫ് റോഡ് റൈഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ റോഡിൽ നിങ്ങളൊന്നും നോക്കണ്ട, എടുത്ത് പോയിക്കോ. ഈ റോഡിലെല്ലാം സുന്ദരമായിട്ട് ഒന്നും അറിയില്ല. അതെല്ലാം നല്ലൊരു ഇതാ. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? ഇങ്ങനത്തെ റോഡെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുത്തിട്ട് പോവാം. അതാ ഇപ്പം നിന്നിട്ടാണ് പിടിക്കുന്നത്. ശരി, ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് ഡിഫറൻസ് മനസ്സിലായില്ല. ആ സ്ട്രെച്ച് ഞാൻ നിന്നിട്ട് I took it so easily. അത് 4th 5th ഗിയറിലാണ് ഉണ്ടായത്. There is no issue. 0 ലിറ്റ് റോഡിലെല്ലാം ഇതാണ് ഇതിൻ്റെ വിസിബിലിറ്റി, ലൈറ്റ് വിസിബിലിറ്റി. എവിടെ എടുത്ത് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം ഞാനിപ്പോൾ നിന്നിട്ടാണ് ഓടിക്കുന്നത്. ഒന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും പറ്റും, ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ റോഡിലെല്ലാം വിസിബിലിറ്റി ഇതാണ്. So I'll see you in the next video. Until then, ride safe, take care, bye bye.